Hearty welcome to today's class. Let us have short prayer. വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിലെ കൂടുതൽ വളരാനായപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധങ്ങളുടെ സാഹചര്യങ്ങൾ ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിലെ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തികളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണം. How are you? Today we are going to discuss a very interesting topic, that is modern classification systems. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടിരുന്നത്? നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള ചില ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണ് കണ്ടത്. അതിൽ ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? 3 പ്രധാനപ്പെട്ട സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ കണ്ടു. ഓർക്കുന്നുണ്ടോ? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, then phylogenetic system of classification. ഇതും കഴിഞ്ഞ് ഒരു മോഡേൺ ക്ലാസിഫിക്കേഷൻ അപ്രോച്ചിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, as much as possible characters that are taken into account for classification, not only concentrating on the morphological and sexual characteristics of plants, but also the characters can be taken from other disciplines also. ഉദാഹരണത്തിന് ബയോകെമിസ്ട്രിയിലെ ചില ക്യാരക്ടേഴ്സ്, അല്ലെ സൈറ്റോളജിയിലെ ചില ക്യാരക്ടേഴ്സ്, അല്ലെ എംബ്രിയോളജിയിലെ ചില ക്യാരക്ടേഴ്സ്, ഫിസിയോളജിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അനാറ്റമിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇങ്ങനെ ഏതൊക്കെ ഡിസിപ്ലിൻസിൽ നിന്ന് ക്യാരക്ടേഴ്സ് എടുക്കാവോ ആ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. Then the classification will be more reliable. This is the modern approach. And this is called, this type of modern system of classification can be called new systematics. പുതിയൊരു ടേം നിങ്ങൾ പഠിക്കുകയാണ്, ന്യൂ സിസ്റ്റമാറ്റിക്സ്. മോഡേൺ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ന്യൂ സിസ്റ്റമാറ്റിക്സ് ഓർ ബയോ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. This is a term coined by taxonomist Julian Huxley. ജൂലിയൻ ഹക്സ്ലി എന്ന് പറയുന്ന ടാക്സോണമിസ്റ്റ് ആണ് ഈ ന്യൂ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ദ മോഡേൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ വിച്ച് ദ ക്യാരക്ടേഴ്സ് ഫ്രം ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ആർ ടേക്കൺ ഇൻടു അക്കൗണ്ട്. ഇപ്പൊ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് വ്യത്യസ്ത ഡിസിപ്ലിനിലെ ക്യാരക്ടേഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് എന്തായിരുന്നു? മോർഫോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി ദ സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ഫ്ലവറിലെ പ്രത്യേകതകളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് മാത്രമല്ല, അതിന്റെ എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും എടുത്തിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഉദാഹരണത്തിന് ആ ഒരു പ്ലാന്റിന്റെ സെല്ലിലെ ന്യൂക്ലിയസിലെ ക്രോമസോമിന്റെ സ്ട്രക്ചർ നമ്മൾ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻ ആയിട്ട് എടുക്കുകയാണ്. ഇനി ആ പ്ലാന്റിൽ ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ലാക്ടസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ റെസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ ഗംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ ആൽക്കലോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് പ്രസന്റ് ഇൻ ദിസ് പ്ലാന്റ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഇൻടു അക്കൗണ്ട് ഫോർ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് the presence of chemicals in plants. അപ്പോൾ അതൊരു ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ നിന്ന് ഉള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുകയാണ്. അതേപോലെ തന്നെ സീറം അനാലിസിസ്, ഇപ്പൊ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻസ്, അത് ഒരു ക്യാരക്ടറായിട്ട് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ്. അതുപോലെ തന്നെ എംബ്രിയോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അനാറ്റമിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ലോജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് വേണ്ട ഏതൊക്കെ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുമോ അത്തരത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും കൂടെ എടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ന്യൂ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ദിസ് ടേം ഈസ് കോയിൻഡ് ബൈ ജൂലിയൻ ഹക്സ്ലി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഈ മോഡേൺ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷനിലെ ചില നമുക്ക് പഠിക്കാനായിട്ടുള്ള 2-3 നമ്മൾ കാണാനായിട്ട് പോവുക. വൺ ഈസ് കോൾഡ് കീമോടാക്സോണമി എന്ന് പറഞ്ഞ്, കീമോടാക്സോണമി. ടാക്സോണമി എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ടാക്സോണമി ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് identification, classification and nomenclature.
അപ്പോൾ എന്താണ് കീമോടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കീമോടാക്സോണമി is a branch of taxonomy in which the classification is finally done by noting the chemical constituents present in plants. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഓർത്തിരിക്കേണ്ട കാര്യം ഇവിടെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് പ്രസന്റ് ഇൻ പ്ലാന്റ്സ് എന്നുള്ളത് നോട്ട് ചെയ്യും. പ്ലാന്റ്സിലെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസിനെ അടിസ്ഥാനപ്പെടുത്തി അവസാനം നമ്മൾ ഈ പ്ലാന്റിനെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ വേറെ പല ക്യാരക്ടേഴ്സിനെയും അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക. പക്ഷെ ഫൈനൽ കൺക്ലൂഷനിൽ നമുക്ക് എത്താനായിട്ട് പറ്റിയില്ല. കാരണം നമുക്ക് ചില ഡൗട്ട്സ് ഉണ്ട്. ഇപ്പൊ ചില ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കി കഴിയുമ്പോൾ അതൊരു ഫാമിലിയുടെ അഫിനിറ്റി കാണിക്കും. വേറെ ചില ക്യാരക്ടേഴ്സ് നോക്കി കഴിയുമ്പോൾ വേറൊരു ഫാമിലിയായിരിക്കും അഫിനിറ്റി കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2-3 ഫാമിലീസിൽ ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റിയ കുറെ ക്യാരക്ടേഴ്സ് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ കൃത്യമായിട്ട് ഒരു ഫാമിലിയിൽ കൊണ്ടുപോയി ഉൾപ്പെടുത്തണം, അല്ലെ? കൃത്യമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് നടത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഫൈനലി ഡിപ്പെൻഡിങ് ഓൺ ദി കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് പ്രസന്റ് ഇൻ ദോസ് പ്ലാന്റ്സ്. ആ പ്ലാന്റ്സിലെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസിന്റെ ഒരു സ്റ്റഡി കൂടെ നടത്തിയിട്ട് ഫൈനലായിട്ട് നമ്മൾ കറക്റ്റ് പ്ലേസിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ കണ്ടു കഴിയുമ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ബീറ്റാ സയാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. ബീറ്റാ സയാനിൻ ഇത് ബീറ്റ്റൂട്ടിലൊക്കെ കാണുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഒരു വയലറ്റ്, റെഡ് കളർ, അതുപോലെ തന്നെ യെല്ലോ കളർ ഒക്കെ ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ബീറ്റാ സയാനിൻ പിഗ്മെന്റ്സ്. The presence of beta cyanin pigments that shows affinity towards the family Chenopodiaceae. Chenopodiaceae എന്ന് പറയുന്ന ഒരു ഫാമിലിയോട് അഫിനിറ്റി കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് Chenopodiaceae എന്ന് പറയുന്ന ഒരു ഫാമിലിയിലെ ഒരു പ്രത്യേകതയാണ് പ്രസൻസ് ഓഫ് ദ ബീറ്റാ സയാനിൻ പിഗ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ ഒരു പുതിയൊരു ചെടിയെ കണ്ടുപിടിച്ചു. അപ്പൊ അത് 2-3 ഫാമിലിയോട് അഫിനിറ്റി കാണിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ചില ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ ഒരു ഫാമിലി, വേറൊരു ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ വേറൊരു ഫാമിലി, വേറൊരു കുറെ ക്യാരക്ടേഴ്സ് വേറൊരു ഫാമിലിയോട് അഫിനിറ്റി കാണിക്കും. അപ്പൊ ഇങ്ങനെ 3 ഫാമിലിയിൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കണ്ടീഷൻ വന്നിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ ഒരു ബയോകെമിസ്ട്രി അനാലിസിസ് കൂടെ നടത്തുകയാണ്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് നോക്കുകയാണ്. ഇപ്പൊ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ബീറ്റാ സയാനിൻ പിഗ്മെന്റ്സ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ 3 ഫാമിലീസിൽ Chenopodiaceae എന്ന് പറയുന്ന ഒരു ഫാമിലിയിലേക്ക് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ ബീറ്റാ സയാനിൻ പിഗ്മെന്റ്സ്. But this is called what is known as chemotaxonomy. കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനെയാണ് കീമോടാക്സോണമി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത നമുക്ക് സൈറ്റോടാക്സോണമി. എന്താണ് സൈറ്റോടാക്സോണമി? As the term indicates, it is the classification that is based on cytological characters. എന്താണ് സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈറ്റോളജി എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ? The study of cells. ഇപ്പൊ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് സെൽസിലെ ചില ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനാണ്. പ്രത്യേകിച്ചും സെല്ലിനുള്ളിലെ ന്യൂക്ലിയസിനുള്ളിലെ ക്രോമസോമിന്റെ സ്ട്രക്ചറാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തത്. The number of chromosomes present in cells, then again the structure of chromosome, the binding pattern of chromosome, the morphological characteristics of chromosomes. ഇപ്പം പ്രധാനമായിട്ടും നമുക്കറിയാം ഒരു സ്പീഷീസിലെ ക്രോമസോമിന്റെ നമ്പർ ഡെഫിനിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ മോറോർലെസ് അതിന്റെ ക്യാരക്ടേഴ്സ്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സും ഒക്കെ ഒരു സ്പീഷ്യസ് റിലേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ എന്തിനൊക്കെ ബേസ് ചെയ്യുന്നതുകൊണ്ടാണ്? ക്രോമസോമിന്റെ നമ്പർ അല്ലെ, അതിന്റെ ഷേപ്പ്, അതിന്റെ മോർഫോളജിക്കൽ ആയിട്ടുള്ള മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, binding patterns, the centromerന്റെ പൊസിഷൻ, ആൻസിന്റെ ലെങ്ത്,
ഇതൊക്കെ ഇതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. അങ്ങനെ ക്രോമസോമിന്റെ നമ്പർ, ഷേപ്പ്, മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനെയാണ് സൈറ്റോടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചെടുക്കുക. സൈറ്റോടാക്സോണമി ഈസ് എ ബ്രാഞ്ച് ഓഫ് ടാക്സോണമി ഇൻ വിച്ച് the classification is finally done by noting the cytological characters like the number, the shape and structure of chromosomes present in cells. Clear ആണല്ലോ? ഇനി അടുത്തത് നമ്മൾ മൂന്നാമത്തെ മോഡേൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കാണുകയാണ്. നമുക്ക് പഠിക്കാനുള്ളത് ദാറ്റ് ഈസ് ന്യൂമറിക്കൽ ടാക്സോണമി. ഇത് ഇത്രയും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയേണ്ടി വരും, എങ്കിലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്താണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂമറിക്കൽ ടാക്സോണമിയിൽ നമ്മൾ ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ക്ലാസിഫിക്കേഷൻ വേണ്ടി ആ ഓരോ ക്യാരക്ടറിനും ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ് ഈസ് വെജിറ്റേറ്റീവ് ഓർ റിപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ്, ഓരോ ക്യാരക്ടറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, ഈക്വൽ വെയിറ്റേജ് ആണ്. ഇനി ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിയിട്ടാണ് കൺക്ലൂഷനിൽ എത്തിച്ചത്. അത്തരത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. ദിസ് ഈസ് അതർവൈസ് കോൾഡ് അഡാൻസോണിയൻ ക്ലാസിഫിക്കേഷൻ. ഓരോ ക്യാരക്ടറിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. അതിന് അഡാൻസോണിയൻ ക്ലാസിഫിക്കേഷൻ എന്നും കൂടെ പറയാറുണ്ട്. അഡാൻസോണിയൻ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് ഈ ന്യൂമറിക്കൽ ടാക്സോണമി കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ കുറെ കൂടെ ക്ലിയർ ആവും. When I was doing research in agriculture university, മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഇതായിരുന്നു, പുതിയ ഒരു കുരുമുളകിന്റെ സ്പീഷീസ് ഉണ്ടാക്കുക എന്നതാണ്. പൈപ്പറിന്റെ പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഏതൊരു റിസർച്ചിലും പുതിയ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ വെറൈറ്റി ഉണ്ടാക്കുമ്പോൾ അതിന്റെ വൈൽഡ് സ്പീഷീസുകൾ നമ്മൾ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ അതിന്റെ എല്ലാ വൈൽഡ് സ്പീഷീസും നമ്മൾ കളക്ട് ചെയ്യും. നമ്മളിത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? പെപ്പറിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് രോഗത്തിന് സസെപ്റ്റബിൾ ആണ്, ഡിസീസ് സസെപ്റ്റബിലിറ്റി കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറവാണ്. ഇപ്പൊ റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ള എവിടെയായിരിക്കും? അത് വൈൽഡ് പ്ലാന്റ്സിലായിരിക്കും. അതായത് കാട്ടിലൊക്കെ കാണുന്ന ഇതിന്റെ റിലേറ്റീവ്സിനായിരിക്കും റെസിസ്റ്റൻസ് പവർ കൂടുതൽ. ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിലോ ബോൺവിറ്റ കുട്ടികളെക്കായാലും നല്ല ആരോഗ്യം എന്ന് പറയുന്നത് കാടിനോടടുത്ത് താമസിക്കുന്ന അല്ലെ ആദിവാസി അല്ലെങ്കിൽ ഗോത്രവർഗ വിഭാഗക്കാരുടെ കുട്ടികൾക്കായിരിക്കും. അവർക്ക് നല്ല റെസിസ്റ്റൻസ് പവർ എന്ന് പറഞ്ഞതുപോലെ ഈ പൈപ്പറിന്റെ നാട്ടിലുള്ള കുരുമുളകിന്റെ റിലേറ്റീവ്സിനെ തേടി ഈ കേരളത്തിലെ മുഴുവൻ കാടുകളിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ വെച്ചിട്ട് വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. മറ്റേ കാട്ടാനയൊക്കെ ആയിട്ട് മുന്നിൽ നിന്ന് കൺഫ്രണ്ട് ചെയ്തിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം. ഈ പൈപ്പർ ഈ കുരുമുളക് പൊടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ പിടിക്കുന്ന സമയത്ത് നല്ല വഴുവഴുപ്പ്, നല്ല ഒരു തണുപ്പ്, പെട്ടെന്ന് കൈ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ സ്പിറ്റ് വൈപ്പർ. അന്ന് അവനൊന്ന് കുത്തിയാൽ ഒന്ന് കഥ നമ്മുടെ തീരും. ഇങ്ങനത്തെ വളരെ രസകരമായിട്ടുള്ള ഇപ്പോഴോ ആ സമയത്ത് അവിടെ പേടിയായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം അനുഭവങ്ങളുണ്ട്. ഡിസ്കസ് ലേറ്റർ. ഇപ്പൊ നമ്മൾ വീണ്ടും പൈപ്പറിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ ഈ പൈപ്പറിന്റെ പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വൈൽഡ് പൈപ്പറിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി. അപ്പൊ അവിടെ നമ്മൾ നോക്കുന്ന കാര്യം ഇതാണ്, ഈ നാട്ടിലെ പൈപ്പറിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ അഫിനിറ്റി കാണിക്കുന്ന കാട്ടു കുരുമുളക് ഏതാണ്? ഇതാണ് നമുക്കറിയേണ്ടത്. എങ്കിൽ ആ കാട്ടു കുരുമുളകിലെ റെസിസ്റ്റന്റ് ജീന് നമ്മൾ വേർതിരിച്ചെടുത്തിട്ട് ഈ നാട്ടുകുരുമുളകിലേക്ക് ചേർക്കും. റെക്കോംബിനന്റ് DNA ടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതായിരുന്നു ഞങ്ങളുടെ റിസർച്ച്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ കേരളത്തിലെ കാടുകളിൽ പോയിട്ട് ഞാൻ ധാരാളം പൈപ്പർ സ്പീഷീസുകൾ കളക്ട് ചെയ്തു. അപ്പൊ പലതരത്തിലുള്ള പൈപ്പറുണ്ട്. പൈപ്പർ ലോങ്,
ഹൈമനോഫ്. അപ്പൊ ഇങ്ങനെ ധാരാളം സ്പീഷീസ് ഓഫ് പൈപ്പർ. അപ്പൊ ഈ നാട്ടു പൈപ്പറിനോട് ഏറ്റവും കൂടുതൽ അഫിനിറ്റി കാണിക്കുന്ന പൈപ്പർ ബ്ലാക്കിയേറ്റം ഉണ്ട്, പൈപ്പർ ഹൈമനോഫിലം ഉണ്ട്, പൈപ്പർ കരിയേറ്റം ഉണ്ട്, പൈപ്പർ ബാർബറി ഉണ്ട്, പൈപ്പർ ലോങ്ങം ഉണ്ട്. ഇങ്ങനെ ഈ നാട്ടു കുരുമുളകിനോട് ഏറ്റവും കൂടുതൽ അഫിനിറ്റി കാണിക്കുന്ന പൈപ്പർ ഏതാണ്? ഇതാണ് നമുക്ക് അറിയേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ഒരു പ്രൊസീജിയർ ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ടാക്സോണമി. അപ്പൊ എന്ത് ചെയ്യും? നമ്മളിവിടെ ഇങ്ങനെ 1, 2, 3, 4, 5 ഇങ്ങനെ കുറെ ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ ഇവിടെ നമ്മൾ ക്യാരക്ടർ എടുക്കുകയാണ്. ഇത് എന്താണ്? ഇപ്പൊ പൈപ്പറിന്റെ സ്റ്റെമ്മിന്റെ ലെന്ത്, നോഡും ഇന്റർനോഡും തമ്മിലുള്ള അതിന്റെ വ്യത്യാസം, നോഡും ഇന്റർനോഡും തമ്മിലുള്ള ദൂരം, അതിന്റെ ലെങ്ത്, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഹെയർസ് പ്രസന്റ് ഓൺ ദി സ്റ്റെം, സ്റ്റെമ്മിന്റെ ഷേപ്പ് ഓഫ് ദ സ്റ്റെം. ചിലത് പാട്ടാങ്കാതായിരിക്കും, ചിലത് ഉരുണ്ടതായിരിക്കും അല്ലേ? ഇനി അതിന്റെ ലീഫിന്റെ ഷേപ്പ്, ലീഫിന്റെ കളറ്, അത് പച്ച കളറാണ് എങ്കിൽ കൂടിയും അതിന് പല തരത്തിലുള്ള ഗ്രേഡിങ്ങും, ചിലത് ലൈറ്റ് ഗ്രീൻ ആയിരിക്കും, ചിലത് നല്ല ഡാർക്ക് ഗ്രീൻ ആയിരിക്കും. ദെൻ അതിന്റെ ലീഫ് ടിപ്പിന്റെ ഷേപ്പ്, പിന്നെ അതിന്റെ പീറ്റിയോളിന്റെ, ഈ ലീഫിന്റെ തന്നെ സ്റ്റോക്ക്, ആ പീറ്റിയോളിന്റെ ലെങ്ത്, പീറ്റിയോൾ ഇല്ലാത്ത സെസൈൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നുണ്ടോ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈക്ക്, കുരുമുളകിന്റെ ഒരു സ്പൈക്ക് ഉണ്ടല്ലോ, ആ സ്പൈക്കിന്റെ നീളം, ലെങ്ത് ഓഫ് ദ സ്പൈക്ക്, അതിലെ ബെറി, ആ ബെറിയുടെ പൂപ്പ് അല്ലെ, കുരുമുളകിന്റെ കുരുമുളക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ താഴെ വരെ നിൽക്കുന്ന വലിയ നീളമുള്ള തിരിയുള്ള കുരുമുളക് കണ്ടിട്ടുണ്ട്. ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സീ. ഞാൻ ഓർക്കുമ്പോൾ ദൈവം ഇതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കൊള്ളായിരിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇതിന്റെ ഒരു ബെറി എടുത്ത് കടിച്ചു നോക്കി കഴിഞ്ഞു നോക്കും, ഒരു എരിവുമില്ല, വെള്ളം പോലെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുപോലെ തന്നെ ഈ ബെറി ഇതിലുണ്ടാകുന്നതിന്റെ തന്നെ ഒരു രീതി വ്യത്യാസമാണ്. ചിലതിൽ ഈ തിരിയുടെ കുറെ ഭാഗം ഒന്നും കാണില്ല, ഇടപെട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെ പല പല പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം ഓരോ പ്രത്യേകതകൾ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഈ തിരി ഉണ്ടാകുന്നതിനും ഈ ബെറി ഉണ്ടാകുന്നതിനും അതിന്റെ ഫ്ലവർ, ആ ഫ്ലവറിന്റെ സ്റ്റെമിന്റെ നമ്പര്, അതിന്റെ കപ്പിൾസിന്റെ എണ്ണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ പൈപ്പർ ലോങ്ങത്തില് എങ്ങനെയാണ് ഇത് ഓരോന്ന്, ഓക്കെ ഇത് ഇവിടെ ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇതിപ്പം 50ാമത്തെ ക്യാരക്ടർ ആണെങ്കിൽ ഇതിങ്ങനെയാണ്, 75ാമത്തെ ക്യാരക്ടർ ആണെങ്കിൽ അവിടെ ഇങ്ങനെയാണ്. ഇപ്പൊ പൈപ്പർ ബാർബറിയിലെ സ്റ്റെമിന്റെ ലെങ്ത് ഈ രീതിയിലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ലീഫ് ടിപ്പിന്റെ ഷേപ്പ് അതിങ്ങനെയാണ്, അതും ഇതും തമ്മിൽ ഓക്കെയാണ്, പക്ഷെ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ 100 കണക്കിന് ക്യാരക്ടേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അനലൈസ് മാനുവലി. നമുക്ക് മാനുവലായിട്ട് അനലൈസ് ചെയ്ത് ഓക്കെ ഈ നാട്ടു പൈപ്പറിനോട് ഏറ്റവും പൈപ്പർ നൈഗ്രം, അതാണ് നാട്ടു പൈപ്പർ എന്ന് പറയുന്നത്, പൈപ്പർ നൈഗ്രം. ഇപ്പൊ പൈപ്പർ നൈഗ്രത്തോട് ഏറ്റവും അഫിനിറ്റി കാണിക്കുന്നത് ഏതാണ് എന്ന് മാനുവലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയല്ല, ബിക്കോസ് ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആർ ദേർ. അപ്പൊ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒരു 5-10 സ്പീഷീസുകൾ എടുത്തിട്ട് ഈ ക്യാരക്ടേഴ്സ് മുഴുവനും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഡാറ്റ അനലൈസ് ചെയ്യും. കമ്പ്യൂട്ടറിൽ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും പൈപ്പർ നൈഗ്രത്തോട് ഏറ്റവും കൂടുതൽ അഫിനിറ്റി കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ പൈപ്പർ കരിയേറ്റമാണ് എന്ന് വിചാരിക്കുക. ഈ 100ഓളം ക്യാരക്ടേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ പൈപ്പർ നൈഗ്രം എന്ന് പറയുന്ന നാട്ടു കുരുമുളകിനോട് ഏറ്റവും കൂടുതൽ അഫിനിറ്റി കാണിക്കുന്ന വൈൽഡ് കാട്ടു കുരുമുളക് പൈപ്പർ കരിയേറ്റമാണ് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പൈപ്പർ കരിയേറ്റത്തിന്റെ സെല്ലിൽ നിന്ന് അതിന്റെ റെസിസ്റ്റന്റ് ജീനിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള അഫിനിറ്റി കാണിക്കുന്നതാണ്. ക്ലോസ് റിലേറ്റീവിന്റെ ജീനെ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് കുറെ കൂടെ എളുപ്പമാണ്, എക്സ്പ്രസ് ചെയ്യാൻ കുറെ കൂടെ എളുപ്പമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, മെത്തേഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? That will be numerical taxonomy. ഇവിടെയാണ് numerical taxonomy നമുക്ക് ഹെൽപ്പ് ആകുന്നത്, സഹായകമാണ്.
But numerical taxonomy is the numerical evaluation of group of species and ordering of these species into higher categories based on hundreds of characters. അതാണ് ഒരു പ്രത്യേകത. അതുപോലെ ഇവിടെ ഓരോ ക്യാരക്ടറിനും ഓരോ വാല്യൂ, സെയിം വാല്യൂ. നമ്മൾ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു, വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എടുത്തു, എല്ലാത്തിനും ഒരേ വാല്യൂ. ഈച്ച് ക്യാരക്ടർ വിൽ ഹാവ് ഈക്വൽ വെയിറ്റേജ്. അതാണ് വേറൊരു പ്രത്യേകത. പിന്നെ നമ്മൾ ഇത് മാനുവലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടറാണ്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ചില സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാംസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. ഇത്രയും പ്രത്യേകതകൾ ന്യൂമറിക്കൽ ഇവാലുവേഷനും ഉണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഈ ക്ലാസ്സിൽ 3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? മോഡേൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അതിൽ നമുക്ക് പഠിക്കാനുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, chemotaxonomy, that is based on noting chemical constituents. 2, cytotaxonomy, classification based on noting cytological characters. 3, numerical taxonomy, that is the numerical evaluation of group of species using computational analysis. Clear? Okay, thank you.